അപ്പോൾ നമ്മളെല്ലാ വീഡിയോസിലും പറയുന്ന പോലെ 6th മന്തിൽ ഒരു മാൻഡേറ്ററി ആയിട്ടൊരു ഫോളോ അപ്പ് ഉണ്ട്. ആ ഫോളോ അപ്പിന് നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്ത് മറ്റ് ഇഷ്യൂസ് ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ റിപ്പീറ്റ് ചെയ്യാനൊക്കെ ആയിട്ടും പിന്നെ ഇപ്പോഴത്തെ റിസൾട്ട് ഒന്ന് വിലയിരുത്താനായിട്ട് വന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആണിത്. നമുക്ക് ഈ 6th മന്തിൻ്റെ റിസൾട്ട് എന്താണ് നമ്മുടെ ഒരു എനിക്കിപ്പോൾ തോന്നുന്നത്? ഭയങ്കര ഹാപ്പിയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 20 വയസ്സൊക്കെ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്നതിനേക്കാളും ലുക്കിലാണ് മുടി ഇപ്പോൾ നിൽക്കുന്നത്. രാത്രി 1 മണിക്കൂർ വിട്ട് എഴുന്നേറ്റ് വന്നിട്ട് മുടിയിലെ പണി പോകും. അങ്ങനെ ഹാപ്പിയാണ്, അടിപൊളി. ആരെങ്കിലും കണ്ടിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തെന്ന് മനസ്സിലായി എന്നുള്ള പോലെ? ഇല്ലില്ല, അത് മനസ്സിലാവുന്നില്ല ആൾക്കാർക്ക്. ഒറിജിനാലിറ്റി പോലെ തന്നെയാണ് ഇരിക്കുന്നത്. സൂപ്പറായിട്ടുണ്ട്. ആ സൂപ്പറായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയിൽ നോക്കുന്ന പണി രാത്രി. എന്തായാലും 6th മന്ത് എന്ന് പറയുമ്പോഴത്തേക്ക് റിസൾട്ട് ഫുള്ളായിട്ടില്ല. 6th മന്ത് എന്ന് പറയുമ്പോൾ ഒരു 60% എന്നാണ് പറയാം. അപ്പം ശകലം കൂടി ഇമ്പ്രൂവ്മെൻറ്റ് വരാനുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മുടിയിലൂടെ ബാധിക്കാവുന്ന ഹെൽത്ത് ഇഷ്യൂസ് വരാതെ നോക്കുക എന്നുള്ളതാണ്. കറക്റ്റ് ഫോളോ അപ്പ് ചെയ്തോളാം ഞാൻ. പിന്നെ ഇതേപോലെ മാസം ഫോട്ടോ സൈസിലുള്ള അപ്ഡേറ്റ്സ് കറക്റ്റായിട്ട് ചെയ്യാം. മെഡിസിൻസ് ഇതേപോലെ കണ്ടിന്യൂ ചെയ്യാം. മെഡിസിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ക്രൗൺ ഏരിയയിലേക്കൊക്കെ കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ്മെൻറ്റ് വരും. നമുക്ക് 1 ഇയർ നോക്കാം നമുക്ക്. അപ്പോൾ 1 ഇയർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ബാക്കി ഏരിയ ചെയ്യണമെങ്കിൽ അത് ചെയ്യാനൊരു സമയം എന്ന് പൊതുവെ പറയുക. അത് 1 ഇയർ റെക്കമെൻഡ് ചെയ്യാൻ പറയാൻ കാര്യം 1 ഇയർ കഴിയുമ്പോൾ അതിൻ്റെ മാക്സിമം റിസൾട്ട് ആവും. അന്നേരം ബാക്കി ഏരിയ ചെയ്യാൻ വരുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും പോരായ്മ ഓൾറെഡി ചെയ്ത ഭാഗത്ത് പോരായ്മകൾ തോന്നുകയാണെങ്കിൽ അതിൻ്റെ ഫില്ലിങ്ങും ചേർത്ത് ബാക്കി ഏരിയ കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ അതാണ് പൊതുവേ ചെയ്യുന്ന രീതി. പിന്നെ ഫ്രണ്ട് കവറേജ് കിട്ടിയാൽ തന്നെ ഒരു നമ്മൾ എപ്പോഴും നമ്മൾ കണ്ണാടിയിൽ കാണുന്ന ഫ്രണ്ട് വ്യൂ ആണല്ലോ, ഫേസ് വ്യൂ ആണല്ലോ. അപ്പോൾ ആ ഒരു ഫേസ് വ്യൂ മാറുമ്പോൾ തന്നെ കുറേയൊക്കെ ഒരു വ്യത്യാസം വരുന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ആ ഡെൻസിറ്റി വോളിയൊക്കെ കുറച്ചുകൂടെ ഒന്ന് വരാനുണ്ട്. ഇപ്പം എന്തൊക്കെയായാലും വോളിയം കുറച്ചിനിപ്പം കുറവാണെങ്കിൽ പോലും ഹെയർ ലൈനിലൊരു നാച്ചുറാലിറ്റി വന്നാൽ തന്നെ ഏകദേശം സെറ്റാണ്. കാര്യം വോളിയം കുറവ് തോന്നിയാലും നമുക്ക് ഫില്ല് ചെയ്തിട്ടായാലും ഭാവിയിൽ അത് ഒന്ന് ഇപ്പോൾ ആർക്കും മനസ്സിലാവില്ലേ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടാണെന്ന് മനസ്സിലാവില്ല ആയിരിക്കും. എന്തായാലും ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ആയല്ലോ. അപ്പം ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കതൊക്കെയാണ്. എന്തായാലും നമുക്ക് ഇനി 1 ഇയറിലൊരു അപ്ഡേറ്റ് നോക്കാം. അപ്പം ബാക്കി നോക്കാമല്ലോ. ഓക്കെ, താങ്ക് യു.